എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കണക്കിലെ ഒരു ട്രിക്കുമായിട്ടാണ്. മൾട്ടിപ്ലിക്കേഷൻ ട്രിക്കാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ട്രിക്സ് ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് സ്പീഡായിട്ട് കണക്കുകൾ ചെയ്യാൻ പറ്റണം. അപ്പോൾ PSC പോലുള്ള എക്സാമുകൾക്കൊക്കെ നമുക്ക് വഴി എഴുതി ചെയ്യുന്നതിനൊന്നും അല്ല മാർക്ക്, നമ്മൾ എത്രയും പെട്ടെന്ന് ടൈമിൽ ആ ടൈമിനുള്ളിൽ എഴുതി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ട്രിക്സ് ഒക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് കാൽക്കുലേഷൻ കുറച്ചും കൂടെ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ട്രിക്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലും വീഡിയോ എത്തിക്കാനായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മൾ ഇന്ന് നോക്കുന്നത് അവസാനം 1 വരുന്ന സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴാണ്. ഓക്കെ, ഇവിടെ നോക്കാം. 31 × 61, 41 × 51. ഇങ്ങനെ 1 അവസാനം വരുന്ന ഏത് സംഖ്യ ആയിക്കോട്ടെ, എത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ, അത് ഈസി ആയിട്ട് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഇവിടെ നിന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ വഴി എഴുതി ഗുണിക്കുന്നതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ. സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഗുണിക്കുന്നത്, സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഹരിക്കുന്നത് എന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേനൊക്കെ ആവശ്യമായിട്ട് വരിക. പിന്നെ ഇങ്ങനത്തെ ട്രിക്സ് പറഞ്ഞു തരുന്നത് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ടൈം സേവ് ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ ട്രിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മാത്സ് അതുപോലെ തന്നെ വളരെ എളുപ്പമാണ്. അത്ര കഷ്ടമുള്ള സബ്ജക്റ്റ് ഒന്നും അല്ല എന്നുള്ളത് മനസ്സിലാക്കാനും കൂടി വേണ്ടിയാണ് ഇങ്ങനത്തെ ട്രിക്സ് ഒക്കെ പറഞ്ഞു തരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റാണ് മാത്സ് എന്നുള്ളത് നിങ്ങൾ തന്നെ പറയും കുറേ കഴിയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ട്രിക്സ് ഒക്കെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ ഇന്ന് നോക്കുന്നത് ലാസ്റ്റ് 1 എന്ന് പറയുന്ന ഡിജിറ്റ് വരുന്ന നമ്പേഴ്സാണ്. ഓക്കെ, ലാസ്റ്റ് 1 വരുന്ന നമ്പേഴ്സ് നമുക്ക് ഈസി ആയിട്ട് ഗുണിക്കാം. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 31 × 61 എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ എഴുതുന്നത് ലാസ്റ്റ് 1 ആണല്ലോ കിടക്കുന്നത്. അപ്പോൾ ആ 1നെ ഞാൻ ആദ്യം അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, 1 എന്ന് എഴുതി. ലാസ്റ്റ് നമ്പർ 1 തന്നെയാണ്. ഇനി ഇവിടെ കിടക്കുന്ന ബാക്കിയുള്ള ഈ 2 നമ്പേഴ്സിലെ അത് തമ്മിൽ കൂട്ടി 6 × 3 എത്രയാണ്? 9. കൂട്ടി എഴുതി. ഇനി അതേ സംഖ്യകളെ തന്നെ ഗുണിച്ചെഴുതുക. 6 × 3 എത്രയാണ്? 18. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. വളരെ എളുപ്പമല്ലേ? എന്താണ് ചെയ്തത്? 1 എന്ന് പറയുന്നത് അതുപോലെ എഴുതി, 6 × 3 കൂടെ കൂട്ടി 9 എന്ന് എഴുതി, 6 × 3 കൂടെ ഗുണിച്ചു 18 എന്ന് എഴുതി. കഴിഞ്ഞു. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. നമ്മളിത് സാധാരണ പോലെ എഴുതി ഗുണിക്കുകയാണെങ്കിൽ എത്ര ടൈം വേണം അല്ലേ? അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. 31 × 61 നമ്മളിങ്ങനെ ഗുണിക്കുകയാണെങ്കിൽ 1 1 1, 1 3 3, 1 6 6, 6 3 18, ഇങ്ങനെ എഴുതി 1 9 8 1. ഇത്രയും സമയം എടുത്തു അല്ലേ? ഇവിടെ നിന്ന് ചെയ്യുകയാണെങ്കിൽ എത്ര എളുപ്പമാണ്. 1 9 18 നമുക്ക് പെട്ടെന്ന് എഴുതാം അല്ലേ. അടുത്തൊരു നമ്പർ നോക്കാം. ഇവിടെ 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് 1 എഴുതി. ദെൻ 5 × 4 എത്രയാണ്? 9. 5 × 4 കൂടെ ഗുണിച്ചാൽ എത്രയാണ്? 20. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. എത്ര എളുപ്പമാണല്ലേ, സെക്കൻഡ് കൊണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് വരുമ്പോൾ ഇതുപോലൊരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ ഗുണിച്ച് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ട്രിക്സ് ഒക്കെ അറിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും അല്ലേ. 1നെ അതുപോലെ തന്നെ എഴുതി, 5 × 4 കൂടെ കൂട്ടി 9, 5 × 4 എത്രയാണ്? 20. ഗുണിച്ചും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അടുത്ത കുറച്ച് നമ്പേഴ്സ് നോക്കാം. ഇവിടെ നോക്കാം. 21 × 41. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എഴുതുക? 1 അതുപോലെ തന്നെ എഴുതി, 4ഉം 2ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 6 കിട്ടി. 4 2 എത്രയാണ്? 8 അല്ലേ. 1 അതുപോലെ എഴുതി, 4ഉം 2ഉം കൂടെ കൂട്ടി 6 എന്ന് എഴുതി, 4നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് 8 എന്ന് എഴുതി. ആൻസർ കിട്ടിയല്ലോ. അടുത്തത് നോക്കാം. 51 × 11 അപ്പോൾ എന്ത് ചെയ്യണം? 1 എന്നാണ് ലാസ്റ്റ്. അപ്പോൾ 1നെ അതുപോലെ എഴുതി. ഇനി എന്ത് ചെയ്യുക? 5ഉം 1ഉം കൂടെ കൂട്ടുക 6. 5ഉം 1ഉം കൂടെ കൂട്ടിയിട്ട് 6 എഴുതി. 5ഉം 1ഉം കൂടെ ഗുണിച്ചാൽ എത്രയാണ്? ഒരു 5. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. വളരെയധികം എളുപ്പമല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. 1 എന്നാണ് ലാസ്റ്റ് നമുക്ക് നമ്പർ വരുന്നത്. രണ്ടിടത്തും 1 വരുന്നുണ്ടെങ്കിൽ 1 അതുപോലെ എടുത്ത് എഴുതുക. ബാക്കിയുള്ള 2 നമ്പേഴ്സിനെ കൂട്ടി എഴുതുക. അതേ നമ്പേഴ്സിനെ തന്നെ ഗുണിച്ചും എഴുതി കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ആൻസറായി. ബാക്കിൽ നിന്ന് ഇങ്ങോട്ടാണ് ചെയ്തു വരുന്നത് എന്നുള്ള കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ ആണല്ലോ. വേറെ നമ്പേഴ്സ് നോക്കാം. ഇവിടെ നോക്കുക. 71 × 21 എങ്ങനെയാണ് ചെയ്യേണ്ടത്?
ഒന്നാണ് ഇവിടെ വരുന്നത്. സോ ലാസ്റ്റ് നമ്പർ 1 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യുക? 7നെയും 2നെയും കൂടെ കൂട്ടി എഴുതുക. 7ഉം 2ഉം എത്രയാണ്? 9. ഇനി 7ഉം 2ഉം കൂടെ ഗുണിച്ചാൽ എത്രയാണ്? 7 2 14. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, എളുപ്പമാണല്ലോ. ഇനി നമ്മൾ ഇത്രയും നേരം 2 അക്ക സംഖ്യയാണ് നോക്കിയത് അല്ലേ? ഇനി 3 അക്ക സംഖ്യ നോക്കാം. 3 അക്ക സംഖ്യ നോക്കുമ്പോൾ ഇവിടെ 3 അക്കവും ഇവിടെ 2 അക്കവുമാണ് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 1 എന്ന് പറയുന്ന നമ്പറിനെ അതുപോലെ തന്നെ എഴുതാം. അത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി എന്ത് ചെയ്യുക? ഇവിടെ 12ഉം ഇവിടെ 3ഉം ആണ് അല്ലേ? 12നെയും 3നെയും കൂടെ കൂട്ടി എഴുതുക. എത്രയാണ്? 15 ആണ്. ഇവിടെ ഇത്രയും നേരം നമ്മൾ കൂട്ടി എഴുതിയപ്പോൾ ഒറ്റ സംഖ്യ വന്നപ്പോൾ നമ്മൾ അതുപോലെ തന്നെ എഴുതി അല്ലേ? ഇവിടെ 12ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 15 ആണ് അല്ലേ? 2 അക്കമുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ 5 ഇവിടെ എഴുതിയിട്ട് ബാലൻസ് 1 എവിടെ ഇടുക? ഇപ്പുറത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ വരുന്ന സംഖ്യയുടെ കൂടെ അത് കൂട്ടണം അല്ലേ? അപ്പോൾ 15ൽ 5 എഴുതി, ബാലൻസ് 1 ഉണ്ട്. ഇനി 12നെ 3 കൊണ്ട് എന്ത് ചെയ്യുക? കൂട്ടിക്കഴിഞ്ഞാൽ ഗുണിക്കുക. 12 3 എത്രയാണ്? 36 അല്ലേ? 12 3 36 ആണ്. ആ 36ന്റെ കൂടെ ഈ ഒരു ബാലൻസ് ഒന്നും കൂടെ കൂട്ടുക. അപ്പോൾ എത്രയായി? 37 എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ 2 സംഖ്യകൾ വന്നു പറഞ്ഞാൽ നമ്മൾ ഒരക്കം 1 എഴുതി, ഇപ്പുറത്ത് 2 എണ്ണം വന്നാൽ എന്ത് ചെയ്യുക? അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ളത് എഴുതിയിട്ട് 10ന്റെ സ്ഥാനത്തുള്ള ശിഷ്ടത്തെ ഇപ്പുറത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത സംഖ്യയുടെ കൂടെ കൂട്ടി എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി ഒരു നമ്പറും കൂടെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. 143 ഇൻറ്റു 51 എന്നുണ്ടെന്ന് വിചാരിക്കുക. 141 ഇൻറ്റു 51 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം? 1 എന്ന് പറയുന്നത് അവസാനം അങ്ങനെ തന്നെ എഴുതാം. 1 എഴുതി. ഇനി എന്ത് ചെയ്യണം? 14 + 5, 14ഉം 5ഉം കൂടെ കൂട്ടി എത്രയാണ്? 19 ആണ്. 19ൽ എത്ര എഴുതണം? 9 എഴുതണം. ബാലൻസ് 1 ഇവിടെ ഇടുക. എന്നിട്ട് 14നെ 5 കൊണ്ട് ഗുണിക്കുക. 14നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 5 4 20ന് 0, 2 ശിഷ്ടമുണ്ട്. ഒരു 5 5 2 7, 70 എന്ന് വന്നു. കഴിഞ്ഞില്ല, ഇങ്ങനെ എഴുതി വെച്ചാൽ തെറ്റിപ്പോവും. ഈ ഒരു ബാലൻസ് 1 ഉണ്ടല്ലോ, അത് ഈ 70ന്റെ കൂടെ കൂട്ടണം അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 71 91 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ 141 ഇൻറ്റു 51 നമുക്ക് ചെയ്തപ്പോൾ എത്ര കിട്ടി? 71 91 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി 3 അക്കം ഉള്ളത് ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, 261 ഇൻറ്റു 21 അല്ലേ? 261 ഇൻറ്റു 21. അപ്പോൾ രണ്ടിടത്തും ലാസ്റ്റ് 1 തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതുപോലെ എന്ത് ചെയ്യുക? 1നെ അതുപോലെ തന്നെ എഴുതി. ഇനി എന്ത് ചെയ്യണം? 26ഉം 2ഉം കൂടെ കൂട്ടുക. 26ഉം 2ഉം കൂടെ കൂട്ടി എത്രയാണ്? 28. 28ന്റെ 8 എഴുതുക, ബാലൻസ് ഇവിടെ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക? 26ഉം 2ഉം കൂടെ ഗുണിക്കുക. 26 ഇൻറ്റു 2 എത്രയാണ്? 6 2 12ന് 2, 1 ശിഷ്ടം, 2 2 4 1 5, ശിഷ്ടവും കൂടെ കൂട്ടി 5. അപ്പോൾ 52. 52 എന്ന് എഴുതിയാൽ നമ്മുടെ കിട്ടും ആൻസർ? ഇല്ല, ഇവിടെ ഒരു ശിഷ്ടം 2 കിടപ്പുണ്ട്, അതും കൂടെ അതിൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 54 81 എന്ന് നമുക്ക് ആൻസർ കിട്ടും. വളരെ എളുപ്പമല്ലേ? നമ്മൾ സാധാരണ എഴുതി ഗുണിക്കുകയാണെങ്കിൽ ഇങ്ങനെ 3 അക്കവും 2 അക്കമൊക്കെ വരുമ്പോൾ കുറേ സ്റ്റെപ്പ് എഴുതിയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയും നമുക്ക് ടൈം വേണ്ട, പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം. രണ്ടിടത്തും 3 അക്ക സംഖ്യയാണ് അല്ലേ? 121 ഇൻറ്റു 121 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടിടത്തും 3 അക്കം ആയതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ പോലെ തന്നെ ചെയ്യാം. 1 എന്ന് പറയുന്നതിന് അതുപോലെ തന്നെ എഴുതി. ഇനി എന്ത് ചെയ്യുക? 12ഉം 12ഉം കൂടെ കൂട്ടുക. 12ഉം 12ഉം എത്രയാണ്? 24 ആണ്. 24ലെ 4 എഴുതുക, ബാലൻസ് 2 ഇവിടെ ഇട്ട് കൊടുക്കുക അല്ലേ? അടുത്ത നമ്പറിൻ്റെ കൂടെ കൂട്ടണം. ബാലൻസ് 2 ഇവിടെ ഇട്ടു. ഇനി എന്ത് ചെയ്യുക? 12 ഇൻറ്റു 12 ചെയ്യുക. 12 12 കൂട്ടി എഴുതി കഴിഞ്ഞാൽ 12ഉം 12ഉം കൂടെ ഗുണിക്കുക. 12 ഇൻറ്റു 12 എത്രയാണ്? 144 അല്ലേ? 12ന്റെ സ്ക്വയർ 144. 144 ഇങ്ങനെ എഴുതി വെക്കാൻ പാടോ? ഈ 144ന്റെ കൂടെ ഈ 2 കൂടെ കൂട്ടണം. അപ്പോൾ എത്ര കിട്ടും? 146. ഇവിടെ 41 ഉണ്ട്. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 അക്ക സംഖ്യ ആണെങ്കിലും 3 അക്ക സംഖ്യ ആണെങ്കിലും 3 അക്കവും 2 അക്കവും ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ലാസ്റ്റ് 1 വരുന്ന നമ്പേഴ്സ് ആണോ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 3 അക്ക സംഖ്യയുടെ ഒന്നുകൂടെ നമുക്ക് ചെയ്യാം. ഇവിടെ നോക്കുക, 251 ഇൻറ്റു 221 ആണ് അല്ലേ? അപ്പോൾ 251 ഇൻറ്റു 221 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം? അവസാനത്തെ 1 അതുപോലെ എഴുതി. ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ കൂട്ടുക. 25ഉം 22ഉം കൂടെ കൂട്ടി എത്രയാണ്? 5ഉം 2ഉം 7 അല്ലേ?
5ഉം 2ഉം 7, ബാക്കി 2ഉം 2ഉം 4 ശിഷ്ടം അല്ലേ. 47-ലെ 4 ശിഷ്ടം 7 ഇവിടെ എഴുതി അല്ലേ. 25 22 കൂടെ കൂട്ടിയാൽ 47 ആണ്. 47-ലെ 7 ഇവിടെ എഴുതി, 4 ശിഷ്ടം ഇവിടെ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? 25ഉം 22ഉം കൂടെ ഗുണിക്കുക. അപ്പൊ ഇങ്ങനെ ഗുണിക്കാൻ വന്നാൽ നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് ഗുണിക്കുന്നതെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. 25 × 20 എത്രയാണ്? 25 × 2 50 ആണ്. 50ന്റെ കൂടെ ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ അത് നമുക്ക് സൈഡിൽ ചെയ്യാം. 50ന്റെ കൂടെ ഒരു 0 ഇടുമ്പോൾ 500. 25 × 20 എത്രയാണ്? 500. ദെൻ 25 × 2 എത്രയാണ്? 50. അപ്പോൾ നമുക്ക് എത്ര കിട്ടി ആൻസർ? 550 എന്ന് നമുക്ക് ആൻസർ കിട്ടി അല്ലേ. 25 × 22 എത്രയാണ്? 550. അപ്പോൾ അത് കിട്ടി. ആ 550ന്റെ കൂടെ എത്ര കൂട്ടണം? ഈ 4 ശിഷ്ടവും കൂടെ കൂട്ടുമ്പോൾ 554 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഏത് സംഖ്യ ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. ആദ്യം ഒന്നിനെ അതുപോലെ എടുത്തെഴുതി ബാക്കിൽ കിടക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടി എഴുതുക. ഒരക്കമാണെങ്കിൽ അതുപോലെ തന്നെ എഴുതുക. രണ്ടക്കമാണെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തുള്ളത് എഴുതിയിട്ട് ശിഷ്ടം ഇപ്പുറത്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് തമ്മിൽ ഗുണിച്ചിട്ട് ആ ശിഷ്ടവും കൂടെ കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ട്രിക്സ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ട്രിക്സ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കണക്കിനോട് കുറച്ചുകൂടെ ഇഷ്ടം കൂടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളും വീഡിയോസും ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.